നോക്കൂ, ഇപ്പോൾ ഈ മാസം 6-ാം തീയതി സുരേഷ് കുമാർ നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണല്ലോ ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമായിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ശരിയുമാണ്. അവർ പറയുന്നത് സുരേഷ് കുമാറിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ഫിയോക്കുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, ഫെഫ്കെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു സംയുക്ത സമ്മേളനത്തിന് ശേഷം അവിടെ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അവരെടുത്ത തീരുമാനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടൊരു ഭാരവാഹി എന്നുള്ള നിലയ്ക്ക് സുരേഷ് കുമാർ വാർത്താമാധ്യമങ്ങളോട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അർത്ഥത്തിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് സുരേഷ് കുമാറിനെതിരായിട്ടല്ല, മറിച്ച് സുരേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങളെ സംബന്ധിച്ചാണ്. നോക്കൂ, ഇതിനകത്ത് സുരേഷ് കുമാർ ആദ്യം പറഞ്ഞൊരു കാര്യം മലയാള സിനിമ വലിയ പ്രതിസന്ധിയെ നേരിടുന്നു എന്നുള്ളതാണ്. എന്തുതരം പ്രതിസന്ധിയാണത്? അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിന് അദ്ദേഹം ചില ഡാറ്റകൾ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 200ഓളം സിനിമകൾ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ കേവലം 24 സിനിമകൾ മാത്രമാണ് ഹിറ്റായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. 176 സിനിമകളും നഷ്ടമായി എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ഒരു സക്സസ് റേറ്റ് പറയുന്നത് 100 സിനിമകൾ എടുക്കുമ്പോൾ 12 സിനിമകളാണ് വിജയിക്കുന്നത്. അപ്പം 12ആണ് സക്സസ് റേറ്റ്. ബാക്കി സിനിമകളെല്ലാം നഷ്ടത്തിൽ പോകുന്നു. എന്ന് മാത്രവുമല്ല, മറ്റൊരു കണക്കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണ്ട് 650 കോടി മുതൽ 700 കോടി രൂപ വരെ പ്രതിവർഷം സിനിമാ ഇൻഡസ്ട്രിക്ക് നഷ്ടം വരുന്നു. ഈ 200 സിനിമയുടെ കണക്കെടുത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം സ്ഥാപിക്കുന്നൊരു കാര്യം അതാണ്. അപ്പോൾ അത് ഒരു കൃത്യമായ കണക്കാണ്, ശരിയുമായിരിക്കാം.